ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞ കഥ ഓർക്കാണ്. അറിയോ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാന്ന് ചോദിക്കുമ്പോ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരണാണ്. അല്ലെ, ലോകത്തൊരിക്കലും പറഞ്ഞാൽ തീരാത്തത്ര സമയം, ചിലപ്പോ മിനിറ്റുകൾ പോരാ, ചിലപ്പോ മണിക്കൂറുകൾ പോരാ, ചിലപ്പം ദിവസങ്ങൾ അത്രയും പോരാ, അത്രമാത്രം പറയാനുള്ള വലിയൊരു ടോപ്പിക്കാണ് മരണം. പക്ഷെ ഞാൻ ചുരുക്കി പറയാണ് കേട്ടോ, മരണമാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ആ സുഹൃത്തിനെ തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മളാരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിന്റെ ചെരുപ്പിന്റെ വാറടിയോളം, നിന്റെ കണ്ട നാടിയേക്കാളും അടുത്താണ് മരണം എന്ന് പറയുമ്പോൾ പ്രിയരെ, ഞാനും നിങ്ങളും എത്ര തവണ ആ മരണത്തെ ആസ്വദിച്ചിട്ടുണ്ട്. ആസ്വാദനം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ വാക്ക് മാത്രമല്ല കേട്ടോ. കാരണം നമ്മുടെ അടുത്തൊരാൾ മരിച്ചു എന്നറിയുമ്പം ആ വീട്ടിലേക്ക് അയാളെ കാണിക്കാനായിട്ടല്ലേ നമ്മൾ പോവാറ്, അല്ലെങ്കിൽ അയാൾ എന്താ വിചാരിക്കാന്ന് കരുതിയിട്ടല്ലേ പോവാറ്. അല്ലെങ്കിൽ പ്രിയരെ, ആത്മാർത്ഥമായിട്ടാണ് ഞാനും നിങ്ങളും പോകുന്നതെന്നുണ്ടെങ്കിൽ ആ മരണം നമുക്കൊരു ആസ്വാദനമായിരിക്കും. ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് വരെ നമ്മുടെ കണ്ണ് നിറയും. 2 ദിവസം കഴിഞ്ഞാലും നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരടയുന്നില്ല. ഇതിന്റെ പേരാണ് കേട്ടോ മരണം ഒരു ആസ്വാദനാണ് എന്ന് പറയുന്നത്. നാളെ അതേ സ്ഥാനത്ത് ഞാനും നിങ്ങളും കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എത്ര ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ നിർഭരരായിക്കൊണ്ട് വരുന്നുണ്ടാവും എന്നുള്ള പുതിയ ചിന്തയാണ് പ്രിയരെ മരണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ടേ, ലോകത്തെ എത്ര ആളുകളെ വിഷമിപ്പിച്ചാലും നാളെ നമുക്കൊരു വിഷമം വരുമ്പോ ചേർത്ത് പിടിക്കാൻ മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെ എനിക്കൊരു കൂട്ടുകാരനുണ്ടാവണം, എനിക്കൊരുപാട് കൂട്ടുകാരുണ്ടാവണം എന്നുണ്ടെങ്കിൽ മരണം ഉണ്ടല്ലോ അല്ലാത്തൊരു അനുഭവമായിട്ട് നമുക്ക് മാറണം. അതുകൊണ്ടേ അതൊരു പാഠമായി കണ്ടോളൂ. അതൊരിക്കലും ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് കാണരുത്. കാരണം മരണമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ ചിലര് പറയുമ്പോ സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് പ്രിയരെ, നീ സൂക്ഷിച്ചോ, മരണം നിന്നെയും പിടിപെടുന്ന ഒരു നാൾ വരും.